നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ പ്രഹ്ലാദ നാരായണ സമാഗമം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് പ്രഹ്ലാദ നാരായണ യുദ്ധം ആണ്. അഥ നവമോധ്യായ പ്രഹ്ലാദ നാരായണ യുദ്ധം. വ്യാസ ഉവാച കുർവംസ്തീർത്ഥവിധിം തത്ര ഹിരണ്യകശിപോ സുതാ നിഗ്രോധം സുമഹച്ഛായമപ്യശത് പുരതസ്തഥാ. ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ തീർത്ഥസ്നാന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ തന്റെ മുമ്പിൽ തന്നെ വളരെയധികം പടർന്നു പന്തലിച്ച ഒരു വടവൃക്ഷം നിൽക്കുന്നത് കണ്ടു. ബാണാനപരാനാൻ രാജാധീയകാംസ്തഥാം ഗൃദ്രപക്ഷയുധാം സ്ത്രീവാൻ ശിലാധൗതാൻ മഹാബലാൻ. ആഗ്രം തേച്ച് മൂർച്ച വരുത്തിയതും തിളങ്ങുന്നതും നല്ല ഫലമുള്ളതും കഴുകന്റെ തൂവൽ കൊണ്ട് അലങ്കരിച്ചതുമായ നാനാതരം ബാണങ്ങളും അദ്ദേഹം അവിടെ കണ്ടു. ചിന്തയാമാസ മനസാ യസ്വേ മേ വിശികാസ്തിഹാം ഋഷീണാമാശ്രമേ പുണ്യേ തീർത്ഥേ പരമപാവനേ. പരമപാവനമായ ഈ പുണ്യതീർത്ഥത്തിലുള്ള മഹർഷ്യാശ്രമത്തിൽ കാണുന്ന ഈ ബാണങ്ങൾ ആരുടെയായിരിക്കും എന്ന് മനസ്സാ ആലോചിച്ചു. ഏവം ചിന്തയതാനേന കൃഷ്ണാജിതധരൗ മുനി സമുന്നത ജടാഭാരൗ ദൃഷ്ടൗ ധർമ്മസുതൗ തഥാ. അങ്ങനെ ചിന്തിക്കെ കൃഷ്ണമൃഗത്തോടുത്തവരും ജടാഭാരം ഉയർത്തിക്കെട്ടിച്ചവരും ധർമ്മന്റെ പുത്രന്മാരുമായ രണ്ട് ഋഷിമാരെ അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടു. തയോരഗ്രേ ധൃതേ ശുഭ്രേ ധനുഷീ ലക്ഷണാന്വിതേ ശാർഗമാജഗവം ചൈവ ദദാക്ഷയ്യോ മഹേഷുധി. ലക്ഷണയുക്തവും ശുഭ്രവുമായ രണ്ട് വില്ലുകളും ശാർഗചാപവും അതുപോലെ അമ്പൊടുങ്ങാത്ത ആവനാഴികളും അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ധ്യാനസ്ഥൗ തൗ മഹാഭാഗോ നരനാരായണാവൃഷേ ദൃഷ്ട്വാ ധർമ്മസുതൗ തത്ര ദൈത്യാനാമധിപസ്തഥാം. ധ്യാനനിമഗ്നരായ ആ മഹാഭാഗന്മാർ ഋഷിമാരായ നരനാരായണന്മാരായിരുന്നു. ധർമ്മന്റെ പുത്രന്മാരായ അവരെ അവിടെ കണ്ടപ്പോൾ ദൈത്യാധിപതിയായ ക്രോധരക്തേക്ഷണസ്തൗ തോ പ്രോവാചാസുരപാലക കിം ഭവദ്ഭ്യാം സമാരബ്ധോ ദംഭോ ധർമ്മവിനാശനാം. അസുര സംരക്ഷകൻ ക്രോധത്താൽ കണ്ണുകലങ്ങി അവരോട് പറഞ്ഞു, ഭവാന്മാർ ധർമ്മത്തെ ധ്വംസിക്കുന്ന അഹങ്കാരമല്ലേ ഈ കാണിക്കുന്നത്? ന ശ്രുതം നൈവ ദൃഷ്ടം ഹി സംസാരേ അസ്മിൻ കദാപി ഹി തപശ്ചരണം തീവ്രം തഥാ ചാപസ്യ ധാരണം. തീവ്രമായ തപസാചരിക്കുകയും ഒപ്പം ചാപം ധരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇതേവരെ ലോകത്തിലെങ്ങും ഒരിക്കലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വിരോധോയം യുഗേ ചാദ്യേ കഥം യുക്തം കലിപ്രിയം ബ്രാഹ്മണസ്യ തപോയുക്തം തത്ര കിം ചാപധാരണം. കലിയുഗത്തിൽ ഒരു പക്ഷേ ഇത് യോഗ്യമാകാമെങ്കിലും ആദ്യത്തേതായ കൃതയുഗത്തിൽ ഇത് ഇങ്ങനെ യോഗ്യമാകും. ബ്രാഹ്മണനു തപസ് യോജിച്ചതാണ്, എന്നാൽ ചാപം ധരിക്കുന്നത് യോജിച്ചതാണോ? ജടാധാരണം ദേഹേ ക്വേഷുദേ ച വിഡംബനൗ ധർമ്മസ്യാചരണം യുക്തം യുവയോർ ദിവ്യഭാവയോ. ശിരസിൽ ജടയും ദേഹത്ത് ആവനാഴിയും, ഇത് വഞ്ചനയാണ്. ദിവ്യഭാവമുള്ള നിങ്ങൾ ഇരുവരും ധർമ്മമാചരിക്കുകയാണ് ചെയ്യേണ്ടത്. വ്യാസ ഉവാച ഇരിത്തസ്യാവച ശ്രുത്വ നരപ്രോവാച ഭാരതാം തേ ചിന്താത്ര ദൈത്യേന്ദ്രാവൃതാ തപസി ചാവയോ. ഇങ്ങനെ പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടപ്പോൾ നരൻ പറഞ്ഞു, ഹേ ദൈത്യേന്ദ്ര, ഞങ്ങളുടെ തപസ് അർത്ഥശൂന്യമാണെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? സാമർത്ഥ്യേ സതി യത് കുര്യാത് തത്സംബദ്ധ്യേത തസ്യ ഹി ആവാം കാര്യദ്വയേ മന്ദാ സമർത്ഥോ ലോകവിശ്രുതൗ. സാമർത്ഥ്യത്തോടെ ചെയ്യുന്ന ഏത് കർമ്മത്തിലും ഒരുവന് ഔന്നത്യം നേടാം. ഹേ മൂഢ, ഞങ്ങൾ ഇരുവരും ഈ രണ്ടു കാര്യത്തിലും സമർത്ഥരാണെന്ന് കീർത്തി കേട്ടവരാണ്. യുദ്ധേ തപസി സാമർത്ഥ്യം ത്വം പുനഃ കിം കരിഷ്യസി യച്ഛ മാർഗേ യഥാ കാമം കസ്മാദത്ര വികസ്തസേ.
ഞങ്ങൾക്ക് യുദ്ധത്തിലും തപസ്സിലും സാമർഥ്യമുണ്ട്. നീ എന്തു ചെയ്യും? വെറുതെ നിന്ന് പുലമ്പാതെ വന്ന വഴിക്ക് പൊയ്ക്കോ. ബ്രഹ്മതേജോ ധുരാരാധ്യം നത്വം വേദവിമോഹിത വിപ്രചർച്ചാ ന കർത്തവ്യ പ്രാണിഭി സുഖമി സുഭി. മൂഢബുദ്ധിയായ നിനക്ക് ദുർജ്ഞേയമായ ബ്രഹ്മതേജസ്സിനെ പറ്റി എന്തറിയാം? സുഖം വേണമെന്നുള്ളവൻ മുനിമാരുടെ ചെയ്തികളെ പറ്റി ഒന്നും ചർച്ച ചെയ്യരുത്. പ്രഹ്ലാദ ഉവാച താപസൗ മന്ദബുദ്ധിസ്തൗ വൃഷാവാം ഗർവമോഹിതൗ മയേ തിഷ്ഠതി ദൈത്രേന്ദ്രേ ധർമ്മസേതു പ്രവർത്തകേ. ദൈത്യരാജാവായ ഞാൻ ധർമ്മരക്ഷകനായിരിക്കെ ബുദ്ധികെട്ട താപസന്മാരായ നിങ്ങൾ വെറുതെ അഹങ്കരിക്കുകയാണ്. നയുക്തമേത തീർത്ഥേ അസ്മിന്ന ധർമാചരണം പുനഃ കാശക്തിസ്തവ യുക്തേ അസ്തി ദർശയം യാധ്യാതപോധന. ഈ തീർത്ഥക്കരയിൽ വെച്ച് ഇത് ശരിയല്ല, പിന്നെ ഇത് ധർമാചരണവുമല്ല. അങ്ങേക്ക് യുദ്ധം ചെയ്യാൻ കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ഹേ തപോധന അതിപ്പോൾ കാണണം. വ്യാസോവാച തഥാ കർണ്യാവജസ്തസ്യ നരസ്തം പ്രത്യുവാചഃ യുദ്ധസ്വാദ്ധ്യ മയാ സാർദ്ധം യദി തേ മതിരീദൃശി. ആ വാക്ക് കേട്ട നരൻ പ്രഹ്ലാദനോട് മറുപടി പറഞ്ഞു, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എന്നോട് ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യാം. അദ്യതേ സ്വോടയിഷ്യാമി മൂർധനാമസുരാധമ യുദ്ധം ശ്രദ്ധാന തേ പശ്ചാത് ഭവിഷ്യതി കഥാചനാം. എടാ അസുരാധമ, നിന്റെ തല ഇപ്പോൾ തന്നെ ഞാൻ തല്ലിപ്പൊളിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് യുദ്ധത്തിൽ ഒരിക്കലും കൊതിയുണ്ടാവുകയില്ല. വ്യാസോവാച തന്നിശമ്യാവജസ്തസ്യ ദൈതേന്ദ്ര കുപിതസ്തദാ. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് കുപിതനായി തീർന്നു പ്രഹ്ലാദൻ. പ്രഹ്ലാദോ ബലവാനത്ര പ്രതിജ്ഞാമാരുഹോ ഹസാം ഏന കേനാപ്യുപായേന ജേഷ്യാമി താവുഭാവപി. ബലവാനായ പ്രഹ്ലാദൻ അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തു, ഏതുപായം സ്വീകരിച്ചാലും ഇവർ ഇരുവരെയും ഞാൻ ജയിക്കും. നരനാരായണോ ദന്താ വൃഷി തപസമന്വിതൗ. താപസന്മാരും ദാന്തവന്മാരുമായ ഋഷിമാരാണ് ഈ നരനാരായണന്മാർ. ഇവരെ ഞാൻ എങ്ങനെയും ജയിക്കും. വ്യാസോവാച ഇത്യുക്ത്വാ വചനം ദൈത്യ പ്രതിഗൃഹ്യ ശരാസനം. എന്ന് പറഞ്ഞുകൊണ്ട് ദൈത്യാധിപതനായ പ്രഹ്ലാദൻ വില്ലു കയ്യിലെടുത്തു. ആകൃഷ്യ തരസാ ചാപം ജാശബ്ദം ചകാരഃ നരോ അഭിനരുരാധായ ശരാസ്തീവ്രൻ ശിലാശിതാൻ ഉമോച ബഹുശക്രോധാത് പ്രഹ്ലാദോ പരിപാർത്ഥിവ. വില്ല് വലിച്ച് കുലച്ച് ഞാണൊലി മുഴക്കി. നരനും വില്ലും കയ്യിലേന്തി മൂർച്ചയുള്ള തീഷ്ണശരങ്ങൾ ക്രോധത്തോടെ പ്രഹ്ലാദന്റെ മേൽ തുരുതുരെ വർഷിച്ചു. താൻ ദൈത്യാരജസ്തപനീയ പുംഭേ ചിച്ഛേദ ബാണേസ്തരസാ സമേത്യ സമീക്ഷ്യ ഛിന്നാശ്ച നരസ്വസൃഷ്ട നാന്യാൻ മുമോചാശു യുഷാന്വിതോ ഭൈ. ആ ദൈത്യരാജൻ സ്വർണം പോലെ തിളങ്ങുന്ന പടിയുള്ള ബാണങ്ങൾ കൊണ്ട് അവയെല്ലാം മുറിച്ചു. തന്റെ ശരങ്ങളെല്ലാം ഛിന്ന ഭിന്നമായത് കണ്ട് നരൻ കുപിതനായി വേഗം സുസൃഷ്ടങ്ങളായ മറ്റു ശരങ്ങൾ പ്രഹ്ലാദന്റെ മേൽ വർഷിച്ചു. ദൈത്യാധിപസ്ഥാനാപി തീവ്രവേഗേ ജിത്വാ ജഗാനോ രസികം മുനീന്ദ്രം നരോ അഭീതം പഞ്ചഭിരാശു ഉഘൈഷ ക്രുദ്ധോഹനദ്വൈത്യപതിം ബാഹുദേശേ. ആ അമ്പുകളെയും അതിവേഗം പായുന്ന അമ്പുകൾ അയച്ച് ഛിന്ന ഭിന്നമാക്കിയിട്ട് പ്രഹ്ലാദൻ മുനീന്ദ്രനായ നരന്റെ മാറിടം ലാക്കാക്കി അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. ക്രുദ്ധനായ നരനാകട്ടെ ആ ദൈത്യാധിപന്റെ ഭുജങ്ങൾക്കു നേരെ 5 അമ്പുകൾ പ്രയോഗിച്ചു. സേന്ദ്രാസുരാസ്തത്ര തയോർഹി യുദ്ധം ദ്രഷ്ടും വിമാനൈർഗഗനസ്ഥിതാശ്ച നരസ്യ വീര്യം യുധി സംസ്ഥിതസ്യ തേ തുഷ്ടുവുർദൈത്യപതേശ്ച ഭൂയ. ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണങ്ങൾ അവർ തമ്മിലുള്ള യുദ്ധം കാണാൻ വേണ്ടി വിമാനത്തിൽ ആകാശത്ത് അണിനിരന്നു. നരനും ദൈത്യരാജാവിനും യുദ്ധത്തിലുള്ള കഴിവിനെ അവർ വീണ്ടും വീണ്ടും പുകഴ്ത്തി. വർഷദൈത്യാധിപ ആത്തഛാപാശിലീമുഖാനം ബുധരോ യഥാപ ആദായ ശാർഘം ധനുരപ്രമേയം മുമോജബാണാൻ ശിതഹേമ പുങ്കാൻ. വില്ലേന്തിയ ദൈത്യരാജൻ മേഘം വർഷിക്കുന്നത് പോലെ തീക്ഷ്ണശരങ്ങൾ വർഷിച്ചു. അനന്തശക്തിയുള്ള ശാർഘം ധരിച്ച നരൻ സ്വർണപ്പടിയിലുള്ള നിശിത ബാണങ്ങൾ പ്രഹ്ലാദന്റെ നേർക്കും പ്രയോഗിച്ചു. ബഭൂവായുബ്ധം തുമുലം തയോസ്തു ദയേഷിണോ പാർത്ഥിവ ദൈവേത്യ ദേവദൈത്യോ വവർഷുരാകാശപഥേ സ്ഥിതാസ്തേ പുഷ്പാണി ദിവ്യാനി പ്രഹൃഷ്ടചിത്ത. രാജാവെ, പരസ്പരം
വിജിഗീഷുക്കളായ ദേവനും ദൈത്യനും തമ്മിൽ നടന്ന ആ യുദ്ധം അത്യന്തം ഭയാനകമായി തീർന്നു. ആകാശത്ത് അടഞ്ഞിരുന്ന ദേവന്മാർ സന്തുഷ്ടരായി ദിവ്യകുസുമങ്ങൾ വർഷിച്ചു. ചുകോപാദ്യൈത്യാധിപതിർഹരൗസ മുമോച ബാണാനതീതി വ്രവേഗാൻ ചിച്ഛേദതാൻ ധർമ്മസുധസുതീക്ഷ്ണൈർ ധനുർവിമുക്തൈർ വിശികൈസ്തദാശു. ദൈത്യാധിപതിയായ പ്രഹ്ലാദൻ കോപിച്ച് നരന്റെ മേൽ അതിവേഗമുള്ള അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. തന്റെ വീട്ടിൽ നിന്നും വിട്ട അത്യധികം മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ട് ധർമ്മസുതൻ അവയെല്ലാം ഛിന്ന ഭിന്നമാക്കി. അപ്പോൾ തന്നെ തതോ നാരായണം ബാണേ പ്രഹ്ലാദശാദികർഷിതേ വർഷസുസ്ഥിരം വീരം ധർമ്മപുത്രം സനാതനം നാരായണോഭിത്തം വേഗമുക്തേർഭാണേ ശിലാശിതേ. കുപിതനായ പ്രഹ്ലാദൻ ഒരിടത്ത് മാറി നിന്നിരുന്ന ധർമ്മസൂരുവായ നാരായണന്റെ നേർക്കും നിശിതങ്ങളായ ബാണങ്ങൾ പ്രയോഗിച്ചു. നാരായണനും അതിവേഗം മൂർച്ചയുള്ള ബാണങ്ങൾ തുതോദാദീവ പുരതോ ദൈത്യാനാമധിപം സ്ഥിതം സന്നിപാതോ അംബരേ തത്ര ദിദൃക്ഷുണാം ബഭൂവഃ. മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ദൈത്യാധിപന്റെ നേർക്കും പ്രയോഗിച്ചു. കാഴ്ചക്കാരായ ആകാശത്ത് ഒരുമിച്ച് ചേർന്ന് ദേവാനാം ദാനവാനാം ച കുർവതാം ജയഘോഷണം ഉഭയോശരവർഷേണ ചാതി തേ ഗഗനേ യഥാ. ദേവന്മാരും ദാനവന്മാരും ജയഘോഷം മുഴക്കി. അപ്പോൾ ഇരു കൂട്ടകരുടെയും ശരണങ്ങൾ കൊണ്ട് ആകാശം മൂടപ്പെട്ടിരുന്നു. ദിവാപി രാത്രി സദൃശം ബഭൂവ തിമിരം ഹത് ഊജു പരസ്പരം ദേവാ ദൈത്യാശാദീവ വിസ്മിത. പകൽ പോലും രാത്രിയെ പോലെയുള്ള വലിയ ഇരുൾ വ്യാപിച്ചു. ദേവന്മാരും ദൈത്യന്മാരും വിസ്മയത്തോടെ പരസ്പരം പറഞ്ഞു, അദൃഷ്ടപൂർവം യുദ്ധം വൈ വർത്തത്തെ അദ്യ സുദാരുണം ദേവർഷയോ അധഗന്ധർവ യക്ഷ കിന്നര പന്നഘ. ഇപ്പോൾ നടക്കുന്ന യുദ്ധം മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര ഭയങ്കരമാണ്. ദേവർഷികളും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും പന്നകങ്ങളും വിദ്യാധരാശാരണശ വിസ്മയം പരമം യയോ നാരദ പർവ്വതശൈവ പ്രേഷണാർത്ഥം ചിതൗ മുനി. വിദ്യാധരന്മാരും ചാരണന്മാരും അത്യന്തം വിസ്മയിച്ചു. യുദ്ധം കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. നാരദ മഹർഷിയും നാരദ പർവ്വതം പ്രാഹരേദൃശം ചാഭവത്പുരാ താരകാസുര യുദ്ധം ച തഥാ വൃത്രാസുരസ്യ ച. നാരദൻ പർവ്വതനോട് പറഞ്ഞു, ഇങ്ങനെയും ഒന്നും മുമ്പുണ്ടായിട്ടില്ല. താരകാസുരന്റെയും വൃത്താസുരന്റെയും യുദ്ധം ഇതിനു തുല്യമല്ല. മധുകൈഢഭയോർയുദ്ധം ഹരിണാ ചേദൃശം കൃതം പ്രഹ്ലാദ പ്രബലശൂരോ യസ്മന്നാരായണേന ച. മധുകൈഢവന്മാരെയും ഹരിയുമായി നടന്ന യുദ്ധം ഏതാണ്ട് ഇതിനു തുല്യമാണ്. എന്തെന്നാ ശക്തനും ശൂരനുമുള്ള പ്രഹ്ലാദൻ നാരായണനോട് കരോധി സദൃശം യുദ്ധം സിദ്ധേനാത്ഭുത കർമ്മണ തുല്യ നിലയ്ക്ക് യുദ്ധം ചെയ്യുന്നു. സിദ്ധനും അത്ഭുത കർമാവുമാണ് നാരായണൻ. വ്യാസോവാച ദിനേ ദിനേ തഥാ രാത്രോ കൃത്വാ പുനഃ ദിവസം തോറും രാപ്പകൽ ഭേദമന്യേ നിരന്തരം ചക്രതു പരമം യുദ്ധം തൗ തഥാ ദൈത്യതാപസൗ നാരായണസ്തു ചിച്ഛേദ പ്രഹ്ലാദസ്യ ശരാസനം. ആ താപസരും ദൈത്യനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ചെയ്തു. അങ്ങനെ നാരായണൻ പ്രഹ്ലാദന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. തരസൈകേന ബാണേന സ ചാന്യധനുരാധതേ നാരായണസ്തു തരസാ മുക്താന്യം ച ശിലീമുഖം. അതോ പെട്ടെന്നുള്ള ഒരൊറ്റ ബാണപ്രയോഗത്തിൽ ഉടൻ തന്നെ അദ്ദേഹം വേറൊന്ന് എടുത്തു. നാരായണനും ഉടൻ വേറൊരു അമ്പ് പ്രയോഗിച്ചു. തദേവ മധ്യദശാപം ചിച്ഛേദ ലഘുഹസ്തക ചിഹ്നം പുനർദൈത്യോ ധനുരന്യസവാധതേ. അനായാസം ആ വില്ല് ഉടൻ തന്നെ നടുക്കുവെച്ച് രണ്ടായി മുറിച്ചു. മുറിയും തോറും പ്രഹ്ലാദന് വേറെ വേറെ വില്ലുമായി നേരിട്ടു. നരനാരായണസ്തു ചിച്ഛേദ വിശികേ രാശു കോപിത ചിഹ്നേ സനുഷി ദൈത്യേന്ദ്ര പരിഗംധോ സമാധതേ. കുപിതനായി തീർന്ന നാരായണൻ അതും അസ്ത്രം പ്രയോഗിച്ച് മുറിച്ചു. വില്ല് മുറിഞ്ഞപ്പോൾ ദൈത്യരാജാവ് ഇരുമ്പുലൊക്കെ എടുത്തു. ജഗാനാധർമ്മജം തൂർണം മഹ്വാർ മധ്യേധികോപന തമായാം ദം സബലാവാ ബലവാൻമാർ ഗണീർ നവമുനി. എന്നിട്ട് അത് അത്യന്തം കോപത്തോടെ നാരായണനെ മാറിടത്തിലാക്കി അതിവേഗം എറിഞ്ഞു. തന്റെ നേർക്കു പാഞ്ഞു വരുന്ന അത് കണ്ട് ബലവാനായ മഹർഷി 9 അമ്പുകൾ കൊണ്ട് ചിച്ഛേദാപരികം ഘോരം ദശഭിസ്തമതാടയത് ഗതാമാദായ ദൈതേന്ദ്ര സർവായ സമ ഇന്ദ്രണാം.
ആ ഭയങ്കരമായ പരികം തകർത്തു. 10 അമ്പുകൾ പ്രഹ്ലാദന്റെ നേർക്കും ചെയ്തു വിട്ടു. അപ്പോൾ ആ ദൈത്യരാജാവ് ഇരുമ്പുകൊണ്ട് ദൃഢമായി നിർമ്മിച്ച ഗദ കൊണ്ട് ജാനുദേശേ ജഗാനാശു ദേവം നാരായണം രുഷ ഗദയാചാപി ഗിരിവത്സം സ്ഥിരപാനസാം. കോപത്തോടെ നാരായണൻ ദേവന്റെ മുട്ടുനോക്കി പ്രഹരിച്ചു. ഗദ കൊണ്ട് ഉള്ള ആ അടിയേറ്റിട്ടും സ്ഥിരസിദ്ധനായ അദ്ദേഹം പർവ്വതം കണക്കെ ഒട്ടും കുലുങ്ങിയില്ല. ധർമ്മപുത്രോ അതിബലവാൻ മുമോചാശുശിലി മുഖാൻ ഗദാം ചിച്ചേദ ഭഗവാംസ്തദാ ദൈത്യപദേ ധൃതാം. ബലശാലിയായ ധർമ്മസുനു അപ്പോൾ പ്രഹ്ലാദന്റെ നേർക്ക് തീക്ഷ്ണങ്ങളായ ബാണങ്ങൾ തൊടുത്തുവിട്ടു. അങ്ങനെ ദൈത്യരാജന്റെ കയ്യിലിരുന്ന ഉറപ്പുള്ള ഗദ ഭഗവാൻ നാരായണൻ ഛിന്ന ഭിന്നമാക്കി. വിസ്മയം പരമം ജഗ്മോ പ്രേക്ഷകാ ഗഗനെ സ്ഥിത സതു ശക്തിം സമാധായ പ്രഹ്ലാദ പരവീരഃ. ആകാശത്തുണ്ടായിരുന്ന കാണികൾ അത്യന്തം വിസ്മയിച്ചു. ശത്രുസംഹാരനായ പ്രഹ്ലാദൻ വേൽ കയ്യിലെത്തി. ചിക്ഷേപ തരസാ ക്രുദ്ധോ ബല നാരായണോ രസി താമാപദന്തീം സംവീക്ഷ്യ ബാണേനൈകേന ചീലയ. ക്രുദ്ധനായി വേഗം ശക്തിയോടെ നാരായണ മഹർഷിയുടെ മാറിടത്തിന് നേരെ എറിഞ്ഞു. തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ ആയുധത്തെ നിസ്സാരമട്ടിൽ ഒറ്റ ബാണം കൊണ്ട് സപ്തധാ കൃതവാനാശു സപ്തബിസ്തം ജഗാനഃ ദിവ്യവർഷസഹസ്രം തു തദ്യുദ്ധം പരമം തയോ. വേഗം 7 പിളർന്നു. 7 ബാണങ്ങൾ പ്രഹ്ലാദന്റെ നേർക്കും പ്രയോഗിച്ചു. അവർ തമ്മിലുള്ള യുദ്ധം 1000 ദിവ്യവർഷം. ജാതം വിസ്മയതം രാജൻ സർവേഷാം തത്ര ചാശ്രവേ തദാ ജഗാമ തരസാ ചീതവാസാ ചതുർഭുജ. നീണ്ടുനിന്നു. രാജാവെ, ആശ്രമത്തിലുള്ളവർക്കെല്ലാം അത് വിസ്മയപ്രദമായിരുന്നു. അപ്പോഴേക്കും പീതാംബരധാരിയും ചതുർഭുജനുമായ ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളി. പ്രഹ്ലാദസ്യാശ്രമം തത്ര ജഗാധ ചഗധാധരാ ചതുർഭുജോ രമാകാന്തോ രഥാംഗധര പത്മഭൃത്. ചതുർബാഹുവും രമാകാന്തനും ചക്രശംഖ പത്മധാരിയുമായ ഭഗവാൻ ഗദാധരൻ പ്രഹ്ലാദന്റെ ആശ്രമത്തിൽ ചെല്ലുകയും അദ്ദേഹത്തോട് സംഭാഷണം ചെയ്യുകയുണ്ടായി. ദൃഷ്ട്വാ തമാഗതം തത്ര ഹിരണ്യകശിപോസുധ പ്രണമ്യ പരയാ ഭക്ത്യാ പ്രാഞ്ജലി പ്രത്യുവാചഹ. തന്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളിയ അദ്ദേഹത്തെ കണ്ട് ഹിരണ്യകശിപുവിന്റെ പുത്രൻ ഭക്തിപൂർവ്വം വണങ്ങി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. പ്രഹ്ലാദ ഉവാച ദേവദേവ ജഗന്നാഥ ഭക്തവത്സല മാധവ. ദേവദേവ ജഗന്നാഥ ഭക്തവത്സല മാധവ കഥം ന ജിതവാനാജാത് വഹമേതൗ തപസ്വിനോ സംക്രമസ്തു മയാ ദേവാ കൃതപൂർണം ശതം സമ. എന്തുകൊണ്ടാണ് എനിക്ക് ഈ താപസന്മാരെ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാതെ പോയത്? ഞാൻ പൂർണ്ണമായും 100 ദിവ്യവർഷം യുദ്ധം ചെയ്തു. സുരാണാം നാജിതോ കസ്മാദിതി മേ വിസ്മയോ മഹാൻ. എന്നിട്ടും എനിക്ക് അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. അതാണ് എനിക്ക് വലിയ അത്ഭുതം. വിഷ്ണു ഉരുവാച സിദ്ധാവിമോ മദം ശൗച വിസ്മയ ഓ അത്ര മാരിഷ. സിദ്ധന്മാരായ ഇവർ എൻ്റെ അംശഭൂതന്മാരാണ്. അതിനാൽ അത്ഭുതപ്പെടാനെന്തുള്ളൂ. താപസൗ ന ജിതാത്മാനോ നരനാരായണോ ജിതോ ഗച്ഛം ത്വം വിതലം രാജൻ കുരു ഭക്തിം മമാചലാം. താപസന്മാരും ജിതാത്മാക്കളുമായ നരനാരായണന്മാരാണ് അവർ. അതുകൊണ്ട് അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. അത് അങ്ങ് വിതലത്തിലേക്ക് പോയിക്കൊള്ളൂ. എന്നിൽ അചഞ്ചലമായ ഭക്തിയുള്ളവനായി ഭവിച്ചാലും. നാഭ്യാം കുരു വിരോധം ത്വം താപസാഭ്യാ മഹാമതേ. മഹാമതേ, നീ ഈ താപസന്മാരുമായി വിരോധിക്കേണ്ട. വ്യാസോവാച ഇത്യാജ്ഞപ്തോ ദൈത്യരാജോ നിർയയാവസുരോഹസഃ നരനാരായണോ ഭൂയസ്തപോയുക്തൗ ബഭൂവതു. ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ട ആ ദൈത്യരാജാവ് മറ്റു അസുരന്മാരോടു കൂടി മടങ്ങി. നരനാരായണന്മാർ വീണ്ടും തപസ്സിൽ മുഴുകുകയും ചെയ്തു. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ 9ാധ്യായ. ഓം മഹാദേവേ നമഃ.